പരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം നീ തൊട്ടുണർത്തി. ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. മോളെ, അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. മായമ്മയുടെ ക്ഷീണം മാറിയോ? ആ, മാറ്റമുണ്ട് മോളെ. എന്താ മായമ്മയ്ക്ക് പതിവില്ലാത്തൊരാലോചന? വസുന്ധരാമ്മ കുറച്ചു മുൻപ് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട്? അത് പിന്നെ ഏതോ മാഗസീനില് നിന്നെക്കുറിച്ച് വന്ന വാർത്ത വായിച്ചതിന്റെ സന്തോഷത്തിലാ എന്നെ വിളിച്ചത്. പിന്നെ മോളെ, വേറൊരു കാര്യം കൂടി ചോദിച്ചു. ഇങ്ങനെ പോയാൽ മതിയോ, നിനക്കൊരു വിവാഹ ജീവിതമൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. മായമ്മ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, എന്റെ നാവ് നീയല്ലേ. നീ ഒറ്റയ്ക്കായി പോകുന്നുള്ള ടെൻഷൻ അവർക്കുണ്ട്. എന്താ ഇപ്പൊ മായമ്മയ്ക്കൊരു മാറ്റം? മക്കളുടെ ജീവിതം അമ്മമാരുടെ ഉത്കണ്ഠയല്ലേ. ഞാൻ വിവാഹം കഴിക്കണമെന്നാണോ മായമ്മ പറയുന്നത്? ഒരു വിവാഹ ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പകരം ഞാൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നെന്ന് എനിക്ക് അടയാളപ്പെടുത്തിയാൽ മതി. മായമ്മ എന്റെ ഒപ്പം നിൽക്കില്ലേ? എന്റെ മോളുടെ ഇഷ്ടങ്ങൾക്കൊപ്പമല്ലേ മായമ്മ എന്ന് നിന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യണം മായമ്മ. കരയുന്ന അമ്മമാരുടെ കണ്ണീര് കഴിയുന്നിടത്തോളം എനിക്ക് ഒപ്പണം. അവർക്കൊക്കെ താങ്ങും തണലും ആവണം. എനിക്കൊരു ജീവിതത്തിനെ കുറിച്ച് ഓർക്കുമ്പോ മായമ്മ ഇത്രമാത്രം ചിന്തിച്ചാ മതി. അന്ന് ആ റെയിൽവേ ട്രാക്കില് മായമ്മയോടൊപ്പം ഞാനും അസ്തമിച്ചു പോയെങ്കിലോ? ദൈവത്തിന്റെ രൂപത്തില് വന്ന് ദേ ഇരിക്കുന്ന ശാരിയമ്മ മായമ്മയെ രക്ഷിച്ചത് മായമ്മയ്ക്ക് ജീവിതം തരാനാണോ? അല്ല, അത് അടിച്ചമർത്തപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും മായമ്മയാൽ കഴിയുന്ന സഹായം ചെയ്യാനാ. അതെ മോളെ. ജീവിതത്തിൽ വേണ്ടത് എന്താണ്? സുഖവും സന്തോഷവും. അത് വിവാഹ ജീവിതത്തിലൂടെ തന്നെ നേടണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മതി. സുല്ല്, ഇനി ഞാൻ നിന്നോടൊന്നും പറയില്ല. മോള് വാ, നമുക്ക് കഴിക്കാം. പാവം എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ അറിയാതെ അമ്മയായി പോവുക. അവരെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ മായമ്മേ. അതാ ഞാനും ആലോചിക്കുന്ന. വെളുപ്പിനെ പുറപ്പെട്ടെന്നാ അച്ഛൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. എന്താ എത്താത്ത? മായമ്മയ്ക്ക് അച്ഛനും അമ്മയും കാണാനുള്ള തിടുക്കം. എനിക്ക് ജീവിതത്തില് രക്തബന്ധം എന്ന് പറയാൻ രണ്ടുപേരെ ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ആ, ഞാൻ അവരെ എന്താ വിളിക്കേണ്ടേ? മുത്തശ്ശനും മുത്തശ്ശിന്നാണോ? എന്റെ മോൾ അച്ഛാന്നും അമ്മയെന്നും വിളിച്ചാ മതി. നൈസ്. ആരോ വിളിക്കുന്നു, ഞാൻ നോക്കട്ടെ.
അച്ഛാ, ഒരു വാക്ക് പോലും പറയാതെ എന്റെ പൊന്നുമോളെ ഇറങ്ങിപ്പോയതല്ലേ? ഞാൻ തോറ്റുപോയ അച്ഛാ. എന്റെ മോളെ എല്ലാരും തോൽപ്പിച്ചു. ഒരിക്കൽ അച്ഛൻ നിന്നെ പഴിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ദൈവം ഇങ്ങനൊരു മോളെ തന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. എന്റെ മോള് ജയിച്ചിട്ടേ ഉള്ളൂ. ആത്മാഭിമാനമുള്ള പെണ്ണാണ് നീയെന്ന് നീ തെളിയിച്ചു. ആ അമ്മേ, മോളെ മോളെ അമ്മയോട് ക്ഷമിക്കണം മോളെ. ക്ഷമിക്കാനോ? അമ്മ അങ്ങനൊന്നും പറയില്ലേ. എവിടെ എന്റെ കൊച്ചുമോള്? ലച്ചു, ലച്ചുമോളെ, വരൂ വാച്ച. ഇതാ എന്റെ മോള് ലച്ചു. ലച്ചുമോളെ, ഞങ്ങൾ ആരെന്നറിയോ മോക്ക്? മായമ്മ പറഞ്ഞെല്ലാം അറിയാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സിൽ തോന്നിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്റെ അമ്മയുടെ മനസ്സിലൊരു നൊമ്പരാണ് നിങ്ങൾ വന്നതോടെ മാറിയത്. ഇനി നിങ്ങൾ ഒരിടത്തേക്കും പോരുത്. കയറി വരൂ രണ്ടാളും. വരൂ. കളക്ടറാണല്ലോ. ആ, എന്താ സാർ? പക്ഷേ നിങ്ങൾ ഇവിടെ ഉണ്ട്? ഞാൻ ഊരിലുണ്ട് സാർ. നിങ്ങൾ അവിടെയുള്ള എല്ലാവരെയും കൂട്ടി ഉടൻ ലച്ചുവിന്റെ വീട്ടിലെത്തണം. എന്താ സാർ? അതല്ല അവിടെ വെച്ച് പറയാം. ഞാനങ്ങോട്ട് പുറപ്പെടാൻ പോവാ. എല്ലാവരുമായി മാഷ് അവിടെ എത്തണം. മാഷേ, ലക്ഷ്മിക്ക് എന്താ പറ്റിയേ? എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞേ? നിങ്ങളെപ്പോലെ എനിക്കൊന്നും അറിയില്ല. എന്താ എല്ലാരും കൂടെ? എന്താ മാഷേ? അറിയില്ല ലച്ചു.
എന്തൊക്കെയത്? എന്താണ് ബഹുമാനപ്പെട്ട കളക്ടർ എന്റെ ഭവനത്തിലേക്ക്? ബഹുമാനവും ആദരവും എല്ലാം ലച്ചുമയ്ക്കുള്ളതാ. എന്താ മോളെ, എന്താ എല്ലാവരും ഇവിടെ? എന്താ സഞ്ജു? സഞ്ജുവിന്റെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം അടിച്ച പോലെ ഉണ്ടല്ലോ. ദാ. ഇത് എനിക്ക് വന്ന മെയിലാ. അതിന്റെ പ്രിന്റുമായി ഞാനിങ്ങ് പോന്നു. ലച്ചുവിന് ഉടനെ മെയിൽ കിട്ടും. ഇതാ, ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതെനിക്കുള്ളതല്ല. എന്നെ ഞാനാക്കിയ എന്റെ മായ്മയ്ക്കും പിന്നെ ഈ ഗിരിപുരംകാർക്കും എന്താ മോളെ? കേന്ദ്ര സർക്കാരിന്റെ നാരി ശക്തി പുരസ്കാരം ലച്ചു അമ്മയെ തേടിയെത്തിയിരിക്കുക. ഈശ്വരാ, ഈശ്വരാ. മോളെ, ഡൽഹിയിൽ പോയി രാഷ്ട്രപതിയിൽ നിന്നാ പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടത്. അവിവാഹിതകളായ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ലച്ചു നടത്തിയ പോരാട്ടത്തിനാണ് മായമ്മയുടെ മോളെ രാഷ്ട്രം ആദരിക്കാൻ പോകുന്നത്. ഈശ്വരാ. പിന്നെ മായമ്മയ്ക്കും കൂടെ പോവാം. എന്റെ പൊന്നുമോളെ, എന്റെ മോളെ രാജി ആദരിക്കും. എല്ലാം എന്റെ മായ്മയുടെ പ്രാർത്ഥന. മാഷേ, ഈ പുരസ്കാരത്തിനൊക്കെ ഞാൻ അർഹയാണോ? 100%. രാജ്യം ഒന്നും കാണാതെ പോവില്ല. ലച്ചു, അർഹതയ്ക്കുള്ള അംഗീകാരം ഇത്. മാഡം, ഇങ്ങനെയുള്ള ആദരവ് ഞാൻ പ്രതീക്ഷിച്ചതാ.
നിശബ്ദരാവും. ഇനി ലച്ചുമയെ നിങ്ങൾക്ക് മാത്രമായി കിട്ടാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി ഞാൻ മലയാളത്തിൽ വായിക്കാം. പ്രിയപ്പെട്ട സഹോദരി, ആദരണീയയായ ശ്രീമതി ശ്രീലക്ഷ്മിയുടെ സേവനം ഈ രാജ്യത്തിലെ അവശത അനുഭവിക്കുന്ന മുഴുവൻ സ്ത്രീജനങ്ങൾക്കും വേണം. ശ്രീമതി ശ്രീലക്ഷ്മിയെ ഈ ഗവൺമെന്റിന്റെ ഭാഗമാക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ശ്രീമതി ശ്രീലക്ഷ്മിക്ക് ഡൽഹിയിലേക്ക് സ്വാഗതം. മായമ്മയ്ക്ക് മനസ്സിലായില്ലേ? ലച്ചു രാജ്യസഭാ മെമ്പർ ആവൂന്ന്. പിന്നെ മന്ത്രി പദവിയിലേക്ക്. അവള് വെറുതെ നിന്റെ വയറ്റി വന്ന് പറഞ്ഞല്ല മായേ. അവക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അവൾ അവിടെ എത്തും. അശരണരും അടിച്ചമർത്തപ്പെട്ടവരുമായ സ്ത്രീജനങ്ങളുടെ ഉണർത്തുപാട്ടായി ലച്ചുമ്മയുടെ പോരാട്ടഗാഥ തുടരുന്നു.